അക്ഷയ പോലുള്ള ജനസേവന കേന്ദ്രങ്ങളിൽ ഒന്നും തന്നെ പോവാതെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പാൻ കാർഡ് വീട്ടിലിരുന്നുകൊണ്ട് സൗജന്യമായി അപ്ലൈ ചെയ്യാൻ നോക്കാം. നമ്മുടെ മൊബൈലിലോ ലാപ്ടോപ്പിലോ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റന്റ് ഇ പാൻ എന്ന് സെർച്ച് ചെയ്യുക. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇടതുവശത്തായി കാണുന്ന ക്വിക്ക് ലിങ്ക്സിൽ ഇൻസ്റ്റന്റ് ഇ പാൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ഇടതുവശത്തായി ഗെറ്റ് ന്യൂ പാൻ എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. പാൻ അലോട്ട്മെന്റിന് വേണ്ടി നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. കൺഫേം കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരുന്നതായിരിക്കും. റീഡ് ദ കൺസേൺ ടേംസ് ആൻഡ് എഗ്രി ടു പ്രൊസീഡ് ഫർദർ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ജനറേറ്റ് ആധാർ OTP എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് വന്നിരിക്കുന്ന 6 അക്ക OTP നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എഗ്രി കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ കൊടുക്കുക. അടുത്തതായി നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരിക. അതിൽ നമ്മുടെ ആധാറുമായി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് മുഴുവനായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഐ അക്സെപ്റ്റ് ദാറ്റ് എന്ന് പറയുന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ കൊടുക്കുക. നമുക്ക് ഇമെയിൽ ID കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അത് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കത് ഇഗ്നോർ ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. അതിൽ നമുക്ക് കാണാൻ സാധിക്കും യുവർ റിക്വസ്റ്റ് ഫോർ ഇ പാൻ ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. ഓക്കെ, 24 മണിക്കൂറിന് ശേഷം നമുക്ക് നമ്മുടെ പാൻ കാർഡ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇതേ വെബ്സൈറ്റിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് ഇ പാൻ കാർഡ് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇൻസ്റ്റന്റ് ഇ പാനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഇൻസ്റ്റന്റ് ഇ പാനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ചെക്ക് സ്റ്റാറ്റസ് ആൻഡ് ഡൗൺലോഡ് ഇ പാൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ കൊടുക്കുക. ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക. മൊബൈലിലേക്ക് വന്ന OTP നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക. പാൻ അലോട്ടഡ് സക്സസ്ഫുള്ളി ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇ പാൻ കാർഡ് വ്യൂ ഇ പാൻ കാർഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ഇ പാനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. ഡൗൺലോഡ് ഇ പാനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്യാനൊരു ഓപ്ഷൻ വരും. അവിടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കാം. സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാൻ കാർഡ് ഇവിടെ കാണാൻ സാധിക്കും. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഫോൾഡറിൽ സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഫിസിക്കൽ പാൻ കാർഡ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണെന്നത് അടുത്ത വീഡിയോയിൽ നോക്കാം. അതുവരേക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.